ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കൊക്കെ മുന്നേ ഒരു മാസങ്ങൾക്ക് മുന്നേ അല്ലേ ഒരു വലിയ കോലാഹലമായിരുന്നു സജനയും ഫിറോസും തമ്മിൽ, റസൂൽ പൂക്കുട്ടി. അപ്പൊ സജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും കൂടെ തമ്മിലുള്ള അവിഹിതമാണ്. അങ്ങനത്തെ ഓമന പേര് തന്നെ ഇടാം, അല്ലാതെ ഇപ്പൊ അതല്ലാതെ ഈ വക ബന്ധത്തിന് എന്ത് പേര് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അതിനെക്കുറിച്ച് ആളുടെ പേര് പറയാതെ ഫിറോസ് ഖാൻ കുറെ കാലമായിട്ട് ഈ ഒരു വലിയവന് നേരെയുള്ള യുദ്ധം, ഒരു വലിയ ആള് എന്നും പറഞ്ഞുള്ള ഒരു യുദ്ധം, അയാളെ ഞാൻ കൊണ്ടുവരും, അയാളുടെ മുഖംമൂടി ഞാൻ അഴിച്ചു മാറ്റും, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഫിറോസ് ഖാൻ കുറെ നാള് ഓരോ കാര്യങ്ങളും പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെ എല്ലാം പറയുമ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നിന്ന് സജ്ജന ഈ പറയുന്ന പോലെ തന്നെ ഒരു ലൈവ് ഇട്ടുപോയി. ആ ലൈവിൽ ശരിക്കും പറഞ്ഞാൽ പറയുന്നുണ്ടായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നു എന്ന്. പക്ഷെ ആ ലൈവ് അന്നേരം തന്നെ മുക്കിയത് കാരണം എവിടെയും കിട്ടിയില്ല, എന്നാൽ കുറച്ചൊക്കെ കിട്ടി. അങ്ങനെ വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ ആൾക്കാർ അതെടുത്ത് ഇട്ടു തുടങ്ങിയ ഉടനെ തന്നെ പിന്നെ ഫിറോസിന്റെ വക ഓരോരോ വീഡിയോ അതൊക്കെ ഞങ്ങളൊക്കെ എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സജ്ജനയും റസൂൽ പൂക്കുട്ടിയും തമ്മിൽ ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ആ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പരസ്യമായി. അപ്പൊ തന്നെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഫിറോസ് ഖാൻ വന്ന് പറഞ്ഞു, ഇനി എന്നെ മോശക്കാരനാക്കാനുള്ള തെളിവുകളോടുകൂടി ഇനി പലതും വരും, പല മീഡിയക്കാർ വരെ അതിന് സപ്പോർട്ട് കാണും, കാരണം ഈ എതിർകക്ഷിയായ ആള് വലിയവനായതുകൊണ്ട് ഇനി പലതും ഇവിടെ സംഭവിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ റസൂൽ പൂക്കുട്ടി പുറത്തൊന്നും വന്നിട്ടില്ല. എന്നെയാണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞൊന്നും പുള്ളിക്കാരനെ എവിടെ നമ്മൾ കണ്ടില്ല. പക്ഷെ സജ്ജന വന്നു. സജ്ജന വന്നിരുന്ന് അങ്ങോട്ട് മണിക്കൂറോളം ഇരുന്ന് കരഞ്ഞു പോയി. എത്രയോ ഒക്കെ വീഡിയോ ഇട്ടു, ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കുകയും ചെയ്തു, മക്കള് കാണരുതെന്നും പറഞ്ഞാണ്. പക്ഷെ അതിന്റെ അകത്ത് പറഞ്ഞത് മുഴുവൻ കാലങ്ങളായിട്ട് ഫിറോസ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഒരു കോഴിയാണ് ഫിറോസ് സീരിയൽ രംഗത്തുള്ള ഓരോ പെൺകുട്ടികളെയും, പ്രായം തികയാത്ത പെൺകുട്ടികളെയും എല്ലാം പീഡിപ്പിച്ചിട്ടുണ്ട്, ഉമ്മ വെച്ചിട്ടുണ്ട്, അതാണ് ഇതാണെന്നും പറഞ്ഞു. അപ്പൊ അത് എന്നെയല്ല ഉദ്ദേശിക്കുന്നത്, എന്നെയല്ല ഉദ്ദേശിച്ച ഞാനല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ആരെ സൂര്യൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സജന പറഞ്ഞെല്ലാം നുണയാണെന്നും പറഞ്ഞു. അങ്ങനെ പലരും വരിക എടുക്കുക എല്ലാം ചെയ്തു. ഇവരുടെ ഈ ഒരു നാറ്റ കേസിലേക്ക് ഇവർ പലരെയും വലിച്ചിട്ടിട്ടുണ്ട്. ഇതിന്റെ കഥയുടെ ഒരു എൻഡിലോട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ സജന ഒരു ഇതിട്ടിട്ടുണ്ട്, റീൽ ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. 9 മാസം പ്രഗ്നന്റ്, 9 വീക്ക് പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. 2 മാസത്തോളം ഏകദേശം. അപ്പൊ ഇതിന്റെ ഉത്തരവാദി റസൂൽ പൂക്കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയുമാണ് ഇട്ടിരിക്കുന്നത്. ഊഹിക്കുന്ന നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഊഹിച്ചെടുത്തോ എന്നും പറഞ്ഞുള്ള രീതി, അതായത് ഒരു വാണിംഗ് പോലെയാണ്. നേരത്തെ വാണിംഗ് ആണ്, ഇപ്പോഴും കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് ആണ്. അതായത് പറയാതെ പറഞ്ഞു 9 മാസം പ്രഗ്നന്റ്, ഇതിന്റെ ഉത്തരവാദിത്തം റസൂൽ പൂക്കുട്ടിയാണെന്നൊന്നും താഴെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഊഹിച്ചോണം, അങ്ങനെയാണ് അതിന്റെ രീതി പോകുന്നത്. 9 ആഴ്ച പ്രഗ്നന്റ് ആണ്. പക്ഷെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫിറോസ് ഖാനും സജനയും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോയോ അല്ലെ മറ്റാരുമായിട്ടുള്ള അല്ല, റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഗർഭത്തിന് ഉത്തരവാദി ഇങ്ങേരാണെന്നുള്ളതാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് അങ്ങേർക്കുള്ള ഒരു വാണിംഗ് ആയിരിക്കാം. ഇത്രയും കാലം ഞാനിപ്പൊ പറയുന്നു പറഞ്ഞ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം നടന്നിരുന്നത്. ഇങ്ങേര് ഈ ഗർഭം ഏറ്റെടുക്കാൻ, ഇങ്ങേരാണ് ജഗതി പറയുന്നത്, ഇത് എങ്ങനെയല്ല എന്റെ ഗർഭം എന്നും പറഞ്ഞ് അങ്ങേര് നടക്കുന്നു തോന്നുന്നു. അതിന്റെ ഒരു ബാർഗെയിനാണ് അന്നേ പറയുന്നുണ്ടായിരുന്നു. അന്നാ ലൈവ് ഇട്ട സമയത്ത് രഹസ്യമായിട്ട് ഇവരെ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ സീക്രട്ട് ഏജന്റാണ് ഇതിന്റെ അകത്ത് എല്ലാ സത്യവും അറിയാം. ഇപ്പൊ ഇതിന്റെ താഴെയും സീക്രട്ട് ഏജന്റ് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ പലർക്കും അറിയാം ഇതിന്റെ അകത്തെ സത്യങ്ങളൊക്കെ, പല യൂട്യൂബേഴ്സിനും അറിയാം. അങ്ങനെ ഞങ്ങളും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇത് ഗർഭസത്യാഗ്രഹം തന്നെയാണ് സംഭവം, ഇത് അത് തന്നെയാണ്. ഗർഭം ഏറ്റെടുക്കണം, റസൂൽ പൂക്കുട്ടി ഭാര്യയായിട്ട് സ്വീകരിക്കണം. ഇതിപ്പോ ശരിക്കും പറഞ്ഞ സജന എനിക്ക് തോന്നുന്നു ഒരു എത്താക്കൊമ്പത്ത് പിടിക്കാൻ പോയ ഒരു അനുഭവമുണ്ട്. അതായത് വല്ലാത്തൊരു പുളിങ്കമ്പ് തേടി പോയ പോലെ തോന്നുന്നുണ്ട്. ഒരു ഓസ്കാറൊക്കെ വാങ്ങിയ ഒരാളുടെ, പക്ഷെ അങ്ങേർക്ക് ഭാര്യയില്ലാതെയോ മക്കളില്ലാതെയോ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. മക്കള് 2 പിള്ളേരൊക്കെ ഉള്ളതാണ്, നമ്മൾ കാണാറുള്ളതാണ്. ഭാര്യയും ഒക്കെ ആയിട്ട് ചടങ്ങിനും ഓരോന്നിനൊക്കെ വരുന്നത്. അപ്പൊ അവരുടെ കുടുംബം തകർത്തുകൊണ്ടൊരു ഇടിച്ചുകയറ്റമാണ് സജ്ജന അങ്ങോട്ട് കയറുന്നത്. ഒരു പുളിങ്കൊമ്പ് തേടി പോയ പോലെയാണ് തോന്നുന്നത്. കാരണം ഈ സിനിമാ ലോകത്ത് വന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് കയറി അങ്ങ് പോകാന്നുള്ള ഒരു ഇടയ്ക്ക് എപ്പോഴോ പറയുന്നുണ്ടായിരുന്നു സജ്ജന, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തം അമ്മയെ യാത്ര ചെയ്യിക്കണം ലോകം മുഴുവനോ, അങ്ങനെ എന്തൊക്കെ പറയാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ നല്ല കാര്യമാണുള്ളത്. പക്ഷെ അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങള് നിറവേറാൻ വേണ്ടി വലിയ ഉയർന്ന പദവിയിലുള്ളവരെയൊക്കെ ഇങ്ങനെ അടിച്ചു വീഴ്ത്തി താഴെ ആക്കി സ്വന്തമാക്കാനുള്ള ഒരു ബുദ്ധിപൂർവമായ കളിയാണ് പുള്ളിക്കാരത്തി കളിച്ചെന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഈ റസൂൽ പൂക്കുട്ടിയൊക്കെ പോലെ അറിയപ്പെടുന്ന ഒരാളുമായിട്ട് പോയിട്ട് കണക്ഷൻ ആയതിനു ശേഷം അയാളിൽ നിന്ന് പ്രഗ്നന്റ് ആകുക ഇന്നത്തെ കാലത്ത്
പ്രഗ്നന്റ് ആകാതിരിക്കാനുള്ള മാർഗമൊക്കെ ഇവർ എല്ലാവർക്കും അറിയാം. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു പ്രഗ്നൻസി പോലും പറ്റിച്ചതായിരിക്കാം റസൂൽ പൂക്കുട്ടിയെ. അതും പറയാം, ഒരു പെണ്ണിന് ചോദിച്ചാൽ അത് നടക്കും. അപ്പൊ അതും പറ്റിച്ച് ഇങ്ങനെയൊക്കെ ആയി. എന്നിട്ട് അയാളുടെ കുടുംബം നടക്കാനുള്ള ഒരു ആയുധമാക്കി അത് പ്രയോഗിക്കുന്നു. അതൊക്കെയല്ലേ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പിടിച്ചു വാങ്ങിയാൽ അത് സ്നേഹമാകും. ഇനി മറു സൈഡ് റസൂൽ പൂക്കുട്ടിയെ ചിന്തിക്കുമ്പോഴോ ഒത്തിരി സമ്മാനങ്ങളും BMW കാർ ഉൾപ്പെടെ ഒത്തിരി സമ്മാനങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒരു സ്റ്റെപ്പിനി ആയിട്ട് വെച്ച് മുന്നോട്ട് പോകാം. കുടുംബം ആ വഴിക്ക് അവിടെ നിന്ന് ഇങ്ങനെയാണ് വലിയ വലിയ ഉയർന്ന സ്ഥാനത്തെത്തുന്ന ഫിലിം സ്റ്റാർസ് അല്ലെ എല്ലാ അമ്മമാരും ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പിനി, ഒരു ചിന്ന വീട് സെറ്റപ്പ്, അതതിലെ അങ്ങനെ അങ്ങ് പൊക്കോളും. സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ, സ്വന്തം ഭാര്യ, ഇത് വിലപ്പെട്ടതാണ്. മറ്റുള്ളതിനെ കാണുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു ടൂർ പോകുന്ന രാഘവത്തോടെ ഒരു സ്ഥലം, ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്ഥലം തെരഞ്ഞുപിടിച്ച് അവിടോട്ട് ഒരു ടൂർ പോയിട്ട് ആ സ്ഥലം എല്ലാം നല്ലപോലെ ആസ്വദിച്ചിട്ട് ഇഞ്ഞു പോയി കണ്ടു, കേട്ടു, എല്ലാം രസിച്ചു. അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്തിരിക്കുന്ന ഇടപാടൊന്നുമില്ല. പിന്നെ വീടും കുടുംബവും ഫാമിലി സ്വന്തം കാര്യം ഉണ്ടാവുക. ഇത്രയുള്ള ആണുങ്ങളെ സംബന്ധിച്ച്. അതേപോലെയാണ് ഈ ആണുങ്ങൾ അഭിഹിത ബന്ധങ്ങളെല്ലാം വെക്കുന്നത്. അവർക്ക് ഒരു ടൂറ് പോയ രാഘവതയുള്ള അത്രയുള്ള അവർക്ക് അത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ സ്വന്തം കാര്യമാണ് അവർ നോക്കുന്നത്. റസൂൽ പൂക്കുട്ടി ചിന്തിച്ചിരുന്ന അങ്ങനെ ആയിരിക്കാം. സജ്ജനയായിട്ട് ഒരു സെറ്റപ്പ്, ഒരു ചിന്ന വീട് സെറ്റപ്പ്, ആവശ്യത്തിലേറെ പണം കൊടുക്കുക, ആവശ്യത്തിലേറെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊടുക്കുക, അത് അവിടെ കൊണ്ട് തീരുമെന്ന് കരുതി കാണും. പക്ഷെ സജന എന്ത് വിചാരിച്ചു, മറ്റുള്ള പഴയകാലത്തെ പെമ്പിള്ളാരെയൊക്കെ പോലെ പിടിച്ചപ്പോ ഒന്ന് പുളിങ്കം വല്ല പിടിച്ചിരിക്കുന്നത്, ഒന്ന് മുറുകെ പിടിച്ചേക്കാന്ന് പുള്ളിക്കാരത്തി തീരുമാനിച്ചു. അപ്പം ഇതൊരു ഭീഷണിയായിട്ട് തന്നെ കരുതാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു തറ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫിറോസുമായിട്ടുള്ള ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല ഒരു സൈഡിൽ. മറു സൈഡിൽ അദ്ദേഹം, അതായത് റസൂൽ പൂക്കുട്ടിയുടെ ബന്ധവും ഒന്നും പിരിഞ്ഞോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പൊ എന്താണ് സജ്ജന ഈ സമൂഹത്തിൽ ഇതുകൊണ്ടൊക്കെ നേടിയെടുത്ത ഒരു നിലവാരം എന്താണെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പൊ ഈ ഫിറോസ് ആദ്യം വന്ന് പറഞ്ഞെല്ലാം സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞല്ലോ. അല്ലാതെ ഫിറോസ് ഖാനെതിരെ പ്രയോഗിച്ചൊക്കെ നമ്മള് സജ്ജനയുടെ കണ്ണീര് കണ്ടിട്ട് നമ്മളന്ന് എല്ലാവരും അയ്യോ അത്രയോ ഉപദ്രവിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഇത് ഈ ഉപദ്രവം കൊണ്ടൊന്നുമല്ല, ഇതൊരു സ്വഭാവമാണ്, അതേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു വല്ലാത്ത സ്വഭാവ ദൂഷ്യമാണ്. ആ ദൂഷ്യത്തെ മറച്ചു വെക്കാൻ വേണ്ടി പങ്കാളികളുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും വലിപ്പിച്ച് പറഞ്ഞു കണ്ണീരൊലിപ്പിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ സജ്ജനെ ന്യായീകരിക്കാൻ ഇതിൻ്റെ അകത്തൊന്നും പറ്റത്തില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.